നന്ദുമോന്റെ ബർത്ത്ഡേ ആയിക്കാണ്ട് ബർത്ത്ഡേ സമ്മാനം നന്ദുന്റെ കണ്ട ഇവിടെ കൊണ്ട് തട്ടിപ്പൊട്ടിച്ച് നാണ്ടി ഇവിടെ കണ്ട എല്ലായിടത്തും ഉണ്ട്. സ്കൂളിലൊക്കെ പോയി ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് തിരിച്ചു വന്നു. ഇനി ഞങ്ങൾ 2-3 ദിവസത്തിന് പോകത്തില്ല സ്കൂളിലേക്ക്, ഇല്ലേ നന്ദു? ഇത് ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പ് അവന് സ്കൂളിലേക്കും പിന്നെ വൈകുന്നേരത്ത് വീട്ടിലേക്ക് കേക്ക് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് അവൻ അവിടെ കിടന്ന് ഫുള്ള് തപ്പലോട് തപ്പലായിരുന്നു. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ അത് എന്തെങ്കിലും ക്യാരക്ടർ ഗെയിമിങ്ങിൻ്റെ ആണോ വേണ്ടേ? താണ്ടിരിക്കുന്നോ താഴെ? അവന് വേണ്ടിയിരുന്നത് ഗോകുവിൻ്റെ ഡ്രസ്സും ഗോജോയുടെ കേക്കും ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. എന്തൊക്കെയോ കുറേ എനിമി ക്യാരക്ടേഴ്സാണ്. അവനവിടെ വന്നിട്ട് അതൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ എടുക്കാൻ പോയ കടയിൽ അങ്ങനെയുള്ള എനിമി ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ സ്പൈഡർമാൻ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവന് വേണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ സ്പൈഡർമാൻ്റെ ഒക്കെ പുറകിലായിരുന്നു കേട്ടോ. ഈ വർഷം എന്തൊക്കെ ചിന്താഗതിയൊക്കെ മാറിയിട്ട് ഈ പ്രാവശ്യം ഫുൾ എനിമി ക്യാരക്ടറിൻ്റെ പുറകിലാണ് അവൻ ഉദ്ദേശിച്ച എനിമി ക്യാരക്ടറിൻ്റെ ഒന്നും ഡ്രസ്സ് കിട്ടാഞ്ഞത് കൊണ്ട് അതേ കളറിലുള്ള ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പം കേക്ക് ഗോജോയുടെ ആയതുകൊണ്ട് ആ ഗോജോയുടെ കളറിലുള്ള ഡ്രസ്സാണ് നമ്മൾ എടുത്തിട്ട് വന്നത്. എന്നിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പം അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ വിളിച്ചു. പിന്നെ രാവിലെ ഓൾറെഡി സ്കൂളിലൊക്കെ പോയി ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. കാരണം കുറച്ചൊരു സീനായിരുന്നു. അവൻ്റെ നെറ്റൊക്കെ ഒന്ന് മുറിഞ്ഞ്. അപ്പോൾ എനിക്കതിനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ വീഡിയോ അങ്ങനെ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിട്ടില്ല. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. 9 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് അവൻ്റെ ബർത്ത്ഡേ സ്കൂളിൽ ആഘോഷിക്കാൻ പറ്റിയത്. എല്ലാ വർഷവും അവൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ നവരാത്രിയുടെ ടൈമിലാണ് വരില്ല. അപ്പോൾ അത് നവരാത്രിയുടെ സമയത്ത് KVക്ക് 10 ദിവസത്തെ ഹോളിഡേ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ പോകാറേ ഇല്ല. ഈ വർഷം ആദ്യമായിട്ട് അങ്ങനെ സ്കൂളിൽ പോയി. അങ്ങനെ ഈ പ്രാവശ്യത്തെ നവരാത്രി നേരത്തെ ആയതുകൊണ്ട് അവന് സ്കൂളിൽ 9ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. 1 മാസം കൊണ്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എനിക്ക് സ്കൂളിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റും എന്നുള്ള അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ 9ാമത്തെ ബർത്ത്ഡേ സ്കൂളിൽ ആഘോഷിച്ച് വൈകിട്ടത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവന് അങ്ങനെ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പഴാക്കാറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പപ്പ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റായിട്ട് ക്യാരം ബോർഡ് വേണമെന്ന്. അപ്പം ബർത്ത്ഡേക്ക് മുമ്പ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ആയി വന്നില്ല. അത് കാരണം പോകാൻ ഉള്ള സമയം കിട്ടിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ശരി ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം നമ്മൾ അവനെയും കൊണ്ട് ഡെക്കാത്ലോണിൽ പോയി. അവന് ക്യാരം ബോർഡ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഡെക്കാത്ലോണിൽ ക്യാരം ബോർഡ് നോക്കാൻ പോയിട്ട് അവൻ വാങ്ങിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് അവൻ വാങ്ങിയ സാധനം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഡെക്കാത്ലോണിൽ ക്യാരം ബോർഡ് വാങ്ങാൻ അവനെ കൊണ്ട് പോയി. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അവൻ നല്ലൊരു പണി വന്നത് എന്താണെന്നറിയോ? അവൻ അവിടുന്ന് സ്കേറ്റിംഗ് ബോർഡാണ് വാങ്ങിയത്. അപ്പോൾ സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിയപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നത് എനിക്ക് പണി തരാനാണ്. കാരണം അവൻ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല അതൊന്നും. അപ്പോൾ അത് പിടിച്ചുകൊണ്ട് നടക്കൽ എൻ്റെ തന്നെ പണിയാവും. കാരണം ചേട്ടന് ഡ്യൂട്ടിക്കില്ലല്ലോ, ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഇത് എനിക്ക് പണി തരാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞപ്പം പപ്പയും മോനും കൂടെ ചെന്നിട്ടാണ് കേട്ടോ അത് മേടിച്ചത്. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ അവൻ അഡ്ജസ്റ്റ് ചെയ്തത് ഓടിക്കുന്നുണ്ടായിരുന്നത്. അവൻ ഇതിന് മുമ്പ് ഒരു കിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു അവന്. ഇനി അതിനകത്ത് അത് ഇതുപോലെ 2 വീലിൻ്റെ ആയിരുന്നു. ഇനി അതിൻ്റെ ബാലൻസ് ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം അങ്ങനെ പിടിച്ച് അങ്ങനെ ഓടിക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നില്ല. അവൻ അത്യാവശ്യം കുറച്ച് ബാലൻസ് ഒക്കെ ചെയ്ത് ഓടിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ.